ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു പീക്ക് ടൈം ലേണേഴ്സ്. ഈ വീഡിയോയിൽ സെക്കൻഡ് സെമസ്റ്ററിലുള്ള അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് അതിൻ്റെ ഫസ്റ്റ് മൊഡ്യൂളാണ് ഇതിൽ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ആദ്യം നമ്മൾ അതിൻ്റെ സിലബസ് നോക്കാം. ഇതാണ് സെമസ്റ്റർ 2ൻ്റെ ഫസ്റ്റ് ക്ലാസ്. അപ്പോൾ ആദ്യം അതിൻ്റെ സിലബസ് നോക്കാം. ആൻഡ് ഐ ഹോപ്പ് ഈ സെമസ്റ്ററിൽ എല്ലാ ടോപ്പിക്സും അപ്ലോഡ് ചെയ്യാൻ പറ്റും എന്ന് വിചാരിക്കുന്നു. ബിക്കോസ് ലാസ്റ്റ് സെമസ്റ്ററിലൊക്കെ റെഗുലർലി അപ്ലോഡ് ചെയ്തിട്ടില്ല. പിന്നെ ലാസ്റ്റ് ടൈം ആയപ്പോൾ ഫുള്ളി റഷായിപ്പോൾ, അതുകൊണ്ട് കൂടുതൽ ടോപ്പിക്സൊന്നും അപ്ലോഡ് ചെയ്യാൻ പറ്റിയില്ല. ഈ സെമസ്റ്ററിൽ മാക്സിമം എല്ലാ ടോപ്പിക്സും തന്നെ കവർ ചെയ്യാൻ ട്രൈ ചെയ്യാം. അപ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സിൽ വരുന്ന ഫസ്റ്റ് മൊഡ്യൂളിലാണ് ഓവർവ്യൂ ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് ആൻഡ് ദി ഇൻ്റർനെറ്റ്, ഹിസ്റ്ററി, പ്രോട്ടോകോൾസ്, റിവ്യൂ ഓഫ് ലാസ്റ്റ് മൈൽ ടെക്നോളജീസ് യൂസ്ഡ് ഫോർ ഇൻ്റർനെറ്റ് ആക്സസ്, പാക്കറ്റ് സ്വിച്ചിങ്, ബേസിക് ഐഡിയാസ് അബൌട്ട് ഡിലേ ക്യൂയിങ് ത്രൂപുട്ട്, concept of quality of service, protocol layering, OSI model and TCP model, application layer protocols, client server architecture, network layer 7 application architecture, web, HTTP, FTP, SMTP, POP3 and DNS, peer-to-peer, file sharing networks. ഇതൊക്കെയാണ് ഫസ്റ്റ് മൊഡ്യൂളിൽ കവർ ചെയ്യാൻ പോകുന്നത്. ആൻഡ് ഇത് BCA ഓർ BSc കമ്പ്യൂട്ടർ സയൻസ് പഠിച്ച സ്റ്റുഡൻസിനാണെങ്കിൽ കുറച്ച് ഈസി ആയിരിക്കും. ബിക്കോസ് ഇത് നമുക്ക് UG പഠിക്കുമ്പോൾ ഒരു സെമസ്റ്ററിലുള്ള ഒരു ടോപ്പിക്കായിരുന്നു. അപ്പോൾ ഫസ്റ്റ് മൊഡ്യൂൾ കുറച്ച് ബേസിക്സ് ആയിരിക്കും, നമുക്കെല്ലാം അറിയാവുന്ന ടോപ്പിക്സ് ആയിരിക്കും. ആൻഡ് നോൺ CS ബാക്ക്ഗ്രൗണ്ടുള്ള സ്റ്റുഡൻസ് ആണെങ്കിൽ കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇട്ട് പഠിക്കേണ്ടി വരും. ആൻഡ് ഇതിന് യൂസ് ചെയ്യുന്ന ടെക്സ്റ്റ് ബുക്കാണ്. ഇതിന് 2 ടെക്സ്റ്റ് ബുക്ക്സ് പറഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് വൺ ആണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എ ടോപ്പ് ഡൗൺ അപ്രോച്ച് ആൻഡ് സെക്കൻഡ് ബുക്ക് കമ്പ്യൂട്ടർ നെറ്റ്വർക്കിംഗ് എ ടോപ്പ് ഡൗൺ അപ്രോച്ച്. ഇത് 2 ബുക്ക് നമുക്ക് യൂസ് ചെയ്യാം. ആൻഡ് ലൈബ്രറീസിലൊക്കെ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ ഇത് മാക്സിമം ബുക്സൊക്കെ വെച്ചിട്ട് പഠിക്കുന്നതായിരിക്കും ബെറ്റർ. ആൻഡ് ഫസ്റ്റ് തൊട്ട് തന്നെ ഇതിൻ്റെ നോട്ട്സൊക്കെ എഴുതി തന്നെ പോകണം. ബിക്കോസ് ഇത് കുറച്ച് വാസ്റ്റ് ആയിട്ടുള്ള സബ്ജക്റ്റാണ്, തിയറീസ് ആണ് കംപ്ലീറ്റ്. അപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ സിലബസ് മാത്രം വെച്ച് പഠിക്കാം എന്ന് വിചാരിച്ചാൽ അത് നടക്കത്തില്ല. അപ്പോൾ സ്റ്റാർട്ടിങ് തൊട്ടേ പഠിച്ചാലേ ഇത് പറ്റത്തുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ടോപ്പിക്കിനകത്ത് പോവാം. സബ്ജക്റ്റിൻ്റെ പേര് കമ്പ്യൂട്ടർ നെറ്റ്വർക്കാണ്. അപ്പോൾ ആദ്യം വാട്ട് ഈസ് എ നെറ്റ്വർക്ക് ആൻഡ് വാട്ട് ഈസ് എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് നോക്കാം. അപ്പോൾ ഇൻ ജനറൽ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് ഇൻ്റർകണക്റ്റഡ് പീപ്പിൾ അല്ലെങ്കിൽ തിങ്സ് ഓർ ഓർഗനൈസേഷൻസ് ദാറ്റ് കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ഇൻട്രാക്ട് വിത്ത് ഈച്ച് അതർ ടു ഷെയർ ഇൻഫർമേഷൻ, റിസോഴ്സസ് ഓർ സർവീസസ്. അപ്പോൾ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഒരു കളക്ഷനാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ അല്ലെങ്കിൽ ഗ്രൂപ്പ് ഓഫ് തിങ്സ് ഓർ ഗ്രൂപ്പ് ഓഫ് ഓർഗനൈസേഷൻസ് ആണ്. ഇത് വെച്ചിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ആൻഡ് ഓൾസോ നമുക്ക് ഇൻഫർമേഷൻസൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യാം. ഇൻഫർമേഷൻ, റിസോഴ്സസ്, സർവീസസ് ഒക്കെ ഷെയർ ചെയ്യാം. അതാണ് ഇൻ ജനറൽ നെറ്റ്വർക്കിൻ്റെ ഒരു ഡെഫിനേഷൻ. ഇൻ ജനറൽ എ നെറ്റ്വർക്ക് ഇസ് എ സിസ്റ്റം ഓഫ് ഇൻ്റർകണക്റ്റഡ് പീപ്പിൾ, തിങ്സ് ഓർ ഓർഗനൈസേഷൻസ് that communicate and interact with each other to share information, resources or services. Then comes the concept computer network. A computer network is a system of interconnected computers and other devices that communicate and share resources such as files, printers and internet access. These devices are linked using wired or wireless communication technologies. അപ്പോൾ നമ്മൾ സാധാരണ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ് ഓഫ് സം പീപ്പിൾ ഓർ ഗ്രൂപ്പ് ഓഫ് ഓർഗനൈസേഷൻസ് ആണ് used for communication or interact with each other to share information, resources or services. Computer network എന്ന് പറയുമ്പോൾ collection of interconnected computers ആണ്. Computer network is a system of interconnected computers and other devices. നമ്മൾ ഒരു കളക്ഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സിനെയാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത്. ആൻഡ് ദേ ആർ കണക്റ്റഡ് ടു ഈച്ച് അതർ ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് പർപ്പസ്. ആൻഡ് ഇതിൽ നമുക്ക് ഡീറ്റാസൊക്കെ ഷെയർ ചെയ്യാൻ പറ്റും, റിട്രീവ് ചെയ്യാൻ പറ്റും, എല്ലാം തന്നെ ചെയ്യാം. കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം ബിറ്റ്വീൻ ദ കമ്പ്യൂട്ടർ ഡിവൈസസ്. ഇതിനെ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ അതിനൊരു കണക്ഷൻ വേണമല്ലോ. ആ കണക്ഷൻ നമുക്ക് വയർഡും ആയിരിക്കാം, വയർലെസ് ആയിരിക്കാം. വയർഡ് ആണെങ്കിൽ നമ്മൾ ഒപ്റ്റിക്കൽ ഫൈബർ അതൊക്കെ യൂസ് ചെയ്യും. വയർലെസ് ആണെങ്കിൽ റേഡിയോ വേവ്സ് അങ്ങനത്തെ കുറച്ച് ടെക്നോളജീസൊക്കെ യൂസ് ചെയ്യും. ഇതാണ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. എ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് ഇസ് എ സിസ്റ്റം ഓഫ് ഇൻ്റർകണക്റ്റഡ് കമ്പ്യൂട്ടേഴ്സ് ആൻഡ് അതർ ഡിവൈസസ് ദാറ്റ് കമ്മ്യൂണിക്കേറ്റ് ആൻഡ് ഷെയർ റിസോഴ്സസ് സച്ച് എസ് ഫയൽസ്, പ്രിൻറ്റേഴ്സ് ആൻഡ് ഇൻ്റർനെറ്റ് ആക്സസ്. These devices are linked using wire or wireless communication technologies. ഇനി ഈ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് 3 ടൈപ്സ് ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്തേക്കുന്നത്. നമ്മൾ പറഞ്ഞു കമ്പ്യൂട്ടർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് ഇറ്റ്സ് എ കളക്ഷൻ ഓഫ് ഇൻ്റർകണക്റ്റഡ് കമ്പ്യൂട്ടേഴ്സ് യൂസ്ഡ് ഫോർ കമ്മ്യൂണിക്കേഷൻ പർപ്പസ്. ഇനി ഈ നെറ്റ്വർക്കിനെ നമുക്ക് 3 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്യാം ബേസ്ഡ് ഓൺ ദിയർ geographical area, the area which it covers, the speed, etc. We can classify these into 3 types and they are LAN, MAN and WAN. LAN meaning local area network and MAN is metropolitan area network and WAN is wide area network. ഇങ്ങനെ ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിനെ നമുക്ക് 3 ടൈപ്സ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഇത് 3 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്.
ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്. അപ്പോൾ അതിൽ ഈ ഒരു ടേബിൾ വരച്ചാൽ മതി. ഫസ്റ്റ് നമ്മൾ ലാൻ നോക്കാം. ലാൻ ഇസ് ലോക്കൽ ഏരിയ നെറ്റ്വർക്ക്. ആൻഡ് ഇത് യൂഷ്വലി 1 കിലോമീറ്റർ ടു 10 കിലോമീറ്റർ വരെയുള്ള ഡിസ്റ്റൻസ് ആണ് കവർ ചെയ്യുന്നത്. സ്മോൾ ഏരിയ ആണ് ഈ ലാൻ കവർ ചെയ്യുന്നത്. ആൻഡ് ഇതിൻ്റെ സ്പീഡ് ഹൈ സ്പീഡായിരിക്കും. ലാനിന് ഹൈ സ്പീഡായിരിക്കും. ആൻഡ് ഇത് പ്രൈവറ്റ് ഓണർഷിപ്പ്, ഇൻഡിവിജ്വൽ, നമ്മൾ ഫോർ എക്സാമ്പിൾ ഹോം അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനീസിലൊക്കെ യൂസ് ചെയ്യുന്ന പ്രൈവറ്റ് ആയിട്ടുള്ള ഒരു നെറ്റ്വർക്കാണ് ലാൻ എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഓഫീസ് നെറ്റ്വർക്ക്സ്, സ്കൂൾ നെറ്റ്വർക്ക്സ്, വീട്ടിൽ യൂസ് ചെയ്യുന്ന വൈഫൈ, ഇതെല്ലാം തന്നെ ലാനിൻ്റെ അണ്ടറിൽ വരുന്നതാണ്. ദെൻ ഇത് സെറ്റപ്പ് കോസ്റ്റ് ലോ ആയിരിക്കും, ഹൈലി റിലയബിൾ ആയിരിക്കും. ഇത് എറർ ലെസ് ആയിരിക്കും. ബിക്കോസ് ഇത് കവർ ചെയ്യുന്നത് സ്മോൾ ഏരിയ ആണ്, അതുകൊണ്ട് എററും തന്നെ ലെസ് ആയിരിക്കും. ആൻഡ് നോയ്സും ഇതിൽ ലെസ് ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് ലാൻ. ലാൻ യൂഷ്വലി ഒരു അപ് ടു 10 കിലോമീറ്റേഴ്സ് വരെയുള്ള ഏരിയ ആണ് കവർ ചെയ്യുന്നത്. ഇത് ലെസർ ഏരിയ കവർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ സ്പീഡ് ഹൈ ആയിരിക്കും. ആൻഡ് പ്രൈവറ്റ് ഓണർഷിപ്പാണ് ലാനിനുള്ളത്. സെറ്റപ്പ് കോസ്റ്റ് ലോ ആയിരിക്കും. പിന്നെ വരുന്നതാണ് മാൻ ഇസ് മെട്രോപൊളിറ്റൻ ഏരിയ നെറ്റ്വർക്ക്. ഇത് ലാനിനെ കമ്പയർ ചെയ്യുമ്പോൾ ലാർജർ ഏരിയ കവർ ചെയ്യും. കവേഴ്സ് എ സിറ്റി ഓർ ലാർജ് ടൗൺ 10 to 100 കിലോമീറ്റർ. ലാൻ 10 കിലോമീറ്റർ വരെ കവർ ചെയ്യത്തുള്ളൂ. മാൻ 10 കിലോമീറ്റർ ടു 100 കിലോമീറ്റർ വരെയുള്ള ഡിസ്റ്റൻസിലുള്ള ഏരിയാസ് കവർ ചെയ്യും. ആൻഡ് ഇതിൻ്റെ സ്പീഡ് മോഡറേറ്റ് ആയിരിക്കും. ആസ് കമ്പയർ ടു ലാൻ, മാനിൻ്റെ സ്പീഡ് കുറച്ച് കുറവായിരിക്കും. ആൻഡ് ഇത് ഒരു ടെലികോം കമ്പനീസ് ഓർ മുനിസിപ്പാലിറ്റീസൊക്കെ ഓൺ ചെയ്യുന്ന ഒരു നെറ്റ്വർക്കാണ്. ആൻഡ് ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് കേബിൾ ടി വി നെറ്റ്വർക്ക്സ്, സിറ്റി വൈഡ് വൈഫൈ, ഇതൊക്കെ ഈ മാനിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇതിൻ്റെ സെറ്റപ്പ് കോസ്റ്റ് മീഡിയം ആയിരിക്കും. ആസ് കമ്പയർ ടു ലാൻ സെറ്റപ്പ് കോസ്റ്റ് ഹൈ ആയിരിക്കും. ബട്ട് ആസ് കമ്പയർ ടു വാൻ കുറച്ച് കുറവായിരിക്കും. ഞാൻ ഇതിൻ്റെ റിലയബിലിറ്റി മോഡറേറ്റ് ആയിരിക്കും. മോർ കൺജഷൻ ഉണ്ടാവും. ആൻഡ് ഓൾസോ ലെസ് ഫോൾട്ട് ടോളറൻസ് ഉണ്ടാവും. അപ്പോൾ ഇങ്ങനത്തെ ടേംസ് ഒക്കെ പഠിക്കണം. ബിക്കോസ് നെറ്റ്വർക്ക്സ് പഠിക്കുമ്പോൾ ഇനി കൂടുതൽ നമ്മൾ ഇങ്ങനത്തെ ടേംസ് ഒക്കെ യൂസ് ചെയ്യും. അപ്പോൾ കൺജഷൻ, ഫോൾട്ട് ടോളറൻസ്, അതൊക്കെ എന്താണെന്ന് മനസ്സിലാക്കി വേണം പഠിക്കാൻ. ഫോൾട്ട് ടോളറൻസ് മീനിങ്, ഇപ്പോൾ നമ്മൾ ഒരു നെറ്റ്വർക്ക് എന്ന് പറയുമ്പോൾ അതിൽ ഒരു ഡിവൈസ് മാത്രം കാണത്തില്ല, എ നമ്പർ ഓഫ് ഡിവൈസസ് കാണും. അപ്പോൾ അതിൽ എന്തെങ്കിലും ഒരു ഡിവൈസസ് എന്തെങ്കിലും ഒരു ഡിവൈസ് ഫെയിൽ ആയാലും ബാക്കി നെറ്റ്വർക്കിന് വർക്ക് ചെയ്യാൻ പറ്റണം. അതാണ് ഫോൾട്ട് ടോളറൻസ്. ഇപ്പോൾ ഒരു നെറ്റ്വർക്കിൽ 5 കമ്പ്യൂട്ടർ ഉണ്ടെന്ന് വയ്ക്കുക, 5 ഡിവൈസസ് ഉണ്ട്. ഈ 5 ഡിവൈസസിൽ ഒരു ഡിവൈസ് ഫെയിൽ ആയാലും ബാക്കി ഡിവൈസസിന് ഒരു ഇഷ്യൂ ഇല്ലാതെ വർക്ക് ആവണം. അതാണ് ഫോൾട്ട് ടോളറൻസ്. അത് മാനിൽ ലെസ് ആയിരിക്കും. പിന്നെ ഉള്ള കോൺസെപ്റ്റാണ് കൺജഷൻ. Congestion occurs when the demand for network resources exceeds the available capacity, leading to delays, packet loss, and reduced performance. It typically happens when too many devices try to send data simultaneously. നെറ്റ്വർക്ക്സിൽ കുറേ ഡിവൈസസ് കാണാം. അപ്പോൾ എല്ലാ ഡിവൈസസും സൈമൾട്ടേനിയസ്ലി ഡേറ്റ സെൻഡ് ചെയ്യാൻ ട്രൈ ചെയ്യുമ്പോൾ നമുക്ക് കൺജഷൻ വരാൻ ചാൻസ് ഉണ്ട്. നെക്സ്റ്റ് ഉള്ളതാണ് വാൻ. വാനിൻ്റെ ഫുൾ ഫോമാണ് വൈഡ് ഏരിയ നെറ്റ്വർക്ക്. ഇറ്റ് കവേഴ്സ് എ ലാർജ് ജോഗ്രഫിക്കൽ ഏരിയ 100+ കിലോമീറ്റർ ടു വേൾഡ് വൈഡ്. ആൻഡ് ഇതിൻ്റെ സ്പീഡ് കുറവായിരിക്കും. ബിക്കോസ് ഇത് ലാർജർ ഏരിയ ആണ് കവർ ചെയ്യുന്നത്. അപ്പോൾ കമ്പയർ ടു മാൻ ആൻഡ് ലാൻ, വാനിൻ്റെ സ്പീഡ് കുറവായിരിക്കും. ആൻഡ് ഇത് 3 കമ്പയർ ചെയ്യുമ്പോൾ ലാനിനാണ് ഹൈ സ്പീഡ് ഉള്ളത്. ദെൻ ഇത് പബ്ലിക് ഓണർഷിപ്പ് ആയിരിക്കാം, പ്രൈവറ്റ് ഓണർഷിപ്പ് ആയിരിക്കാം. ആൻഡ് ഓൾസോ ഇതിൻ്റെ എക്സാമ്പിൾസ് ആണ് ഇൻ്റർനെറ്റ്, ഗ്ലോബൽ ബാങ്കിങ് നെറ്റ്വർക്ക്സ്, ഇതൊക്കെ ഈ വാനിൻ്റെ എക്സാമ്പിൾസ് ആണ്. ആൻഡ് ഈ വാൻ സെറ്റപ്പ് ചെയ്യാൻ നമുക്ക് ഹൈ കോസ്റ്റ് ആണ് ആവശ്യമുള്ളത്. ആൻഡ് ഓൾസോ മെയിൻ്റനൻസിന് നമുക്ക് ഹൈ കോസ്റ്റ് എടുക്കും. ആൻഡ് ഇത് ലെസ് റിലയബിൾ ആണ് ആസ് കമ്പയർ ടു ലാൻ ആൻഡ് വാൻ. ആൻഡ് ഓൾസോ ഇവിടെയും ഫോൾട്ട് ടോളറൻസ് ലെസ് ആണ്, കൺജഷൻ കൂടുതലാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ക്ലാസിഫിക്കേഷൻ ഓഫ് കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്. ആൻഡ് ഇതിൽ ഈ വാനിനെ നമ്മൾ അഗെയിൻ 3 ടൈപ്സ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. വാൻ ഇസ് അഗെയിൻ ഡിവൈഡഡ് ഇൻ ടു 3 ടൈപ്സ്. ആൻഡ് ദേ ആർ പോയിൻറ്റ് ടു പോയിൻറ്റ് വാൻ, സ്വിച്ച്ഡ് വാൻ ആൻഡ് ഇൻ്റർ നെറ്റ്വർക്ക്. ഇത് 3 ടൈപ്സ് ആണ് വാനിലുള്ളത്. ഫസ്റ്റ് വൺ പോയിൻറ്റ് ടു പോയിൻറ്റ് വാൻ. ദ നെയിം ഇറ്റ്സെൽഫ് സീസ് point to point connection. There will be 2 devices and 2 devices are connected using a transmission media. It may be wire or it may be wireless. 2 ഡിവൈസസ് കാണും. 2 ഡിവൈസസ് എൻഡ് ടു എൻഡ് കണക്റ്റഡ് ആയിരിക്കും. ആൻഡ് നമ്മൾ കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യും. അതാണ് പോയിൻറ്റ് ടു പോയിൻറ്റ് വാൻ. ഇതാണ് അതിൻ്റെ ഒരു ചെറിയ ഡയഗ്രാം. ഇതിൽ ഇതൊരു ഡിവൈസാണ്, ഇതൊരു ഡിവൈസാണ്. ഇത് രണ്ടും ഇങ്ങനെ കണക്റ്റ് ആയിട്ടുണ്ട്. ദെൻ ഇത് വേണമെങ്കിൽ ഇങ്ങനെ പോയി വേറൊരു ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിനും ഒരു പോയിൻറ്റ് ടു പോയിൻറ്റ് കണക്ഷൻ വരും. അതിന് ഇതും ഇവിടെ നിന്ന് പോയിട്ട് വേറെ ഡിവൈസുമായിട്ട് കണക്ട് ചെയ്യാം. അപ്പോൾ ഇതിനും ഒരു പോയിൻറ്റ് ടു പോയിൻറ്റ് കണക്ഷൻ കാണും. അതാണ് ഈ ലൈൻ ഇട്ടിട്ട് ടു അനദർ നെറ്റ്വർക്ക് എന്ന് എഴുതിയേക്കുന്നത്. അപ്പോൾ ഇതാണ് പോയിൻറ്റ് ടു പോയിൻറ്റ് വാനിൻ്റെ ഒരു ചെറിയ ഡയഗ്രാം. ദെൻ ഉള്ളതാണ് സ്വിച്ച്ഡ് വാൻ. സ്വിച്ച്ഡ് വാൻ എന്ന് പറയുന്നത്
മോർ ദാൻ 2 ends, എ നെറ്റ്വർക്ക് വിത്ത് മോർ ദാൻ 2 ends ആണെങ്കിൽ അത് സ്വിച്ച്ഡ് വാൻ ആണ്. സ്വിച്ച്ഡ് വാൻ എന്ന് പറയുന്നത് കോമ്പിനേഷൻസ് ഓഫ് പോയിൻറ്റ് ടു പോയിൻറ്റ് വാൻ ആണ്. സെവറൽ പോയിൻറ്റ് ടു പോയിൻറ്റ് വാൻസ് കാണും, അതിനെയൊക്കെ കമ്പൈൻ ചെയ്യുമ്പോൾ നമുക്ക് സ്വിച്ച്ഡ് വാൻ കിട്ടും. ആൻഡ് ഈ വാൻസ് എല്ലാം നമ്മൾ കണക്റ്റഡ്, ഈ പോയിൻറ്റ് ടു പോയിൻറ്റ് വാൻസ് എല്ലാം നമ്മൾ സ്വിച്ചസ് വെച്ചാണ് കണക്ട് ചെയ്തേക്കുന്നത്. ഈ സ്വിച്ചിൻ്റെ കോൺസെപ്റ്റ്സ് ഒക്കെ നെക്സ്റ്റ് വീഡിയോയിൽ ഷെയർ ചെയ്യാം ഡീറ്റെയിൽഡ് ആയിട്ട്. അപ്പോൾ ഇതിൽ സ്വിച്ച്ഡ് വാനിൻ്റെ ഡയഗ്രമാണ് ഇതൊക്കെ ഡിവൈസസ് ആണ്. ഈ റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ളതൊക്കെ ഡിവൈസസ് ആണ്. അതിൽ നിന്ന് എല്ലാത്തിൽ നിന്നും ഇങ്ങനെ ലൈൻസ് പോകുന്നുണ്ട്. അത് ടു അനദർ നെറ്റ്വർക്കാണ്. ടു അനദർ നെറ്റ്വർക്ക് ഒരു കണക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ കേസ് എടുക്കുവാണെങ്കിൽ ഈ ഒരു ഡിവൈസും പോയിൻറ്റ് ടു പോയിൻറ്റ് കണക്റ്റഡ് ആണ്. ആൻഡ് ഇതെടുക്കുമ്പോൾ ഈ രണ്ട് ഡിവൈസസും പോയിൻറ്റ് ടു പോയിൻറ്റ് കണക്റ്റഡ് ആണ്. ആൻഡ് ഇത് രണ്ടും പോയിൻറ്റ് ടു പോയിൻറ്റ് കണക്റ്റഡ് ആണ്. അപ്പോൾ സെവറൽ പോയിൻറ്റ് ടു പോയിൻറ്റ് വാൻസിനെ നമ്മൾ കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്വിച്ച്ഡ് വാൻ കിട്ടും. ദെൻ ഉള്ളതാണ് ഇൻ്റർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് നെറ്റ്വർക്ക്സ് ആണ്. വെൻ 2 or more നെറ്റ്വർക്ക്സ് ആർ കണക്റ്റഡ് ടുഗെദർ ദി മേക്ക് ആൻ ഇൻ്റർ നെറ്റ്വർക്ക്. അതാണ് ഇൻ്റർ നെറ്റ്വർക്കിൻ്റെ ഒരു ഡെഫിനേഷൻ. അതിൻ്റെ എക്സാമ്പിൾ ഇതാണ്. ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. ഇത് റൂട്ടറാണ്, ഇത് രണ്ട് റൂട്ടറാണ്. ഇതിനെ നമ്മൾ പോയിൻറ്റ് ടു പോയിൻറ്റ് വാൻ വെച്ചിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ റൂട്ടറിൽ നിന്ന് നമുക്കൊരു ലാൻ കണക്ഷൻ ഉണ്ട്. ആൻഡ് ഇതിൽ നിന്നും ഒരു ലാൻ കണക്ഷൻ ഉണ്ട്. അപ്പോൾ ആദ്യം ഈ രണ്ട് റൂട്ടറും പോയിൻറ്റ് ടു പോയിൻറ്റ് വാൻ ആണ്. ആൻഡ് ഓൾസോ ഈ റൂട്ടേഴ്സിൽ നമ്മൾ ലാൻ നെറ്റ്വർക്കും കണക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ലാനും ഉണ്ട് വാനും ഉണ്ട്. അപ്പോൾ ഇൻ്റർ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് കളക്ഷൻ ഓഫ് നെറ്റ്വർക്ക്സ് ആണ്. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ അടുത്ത പാർട്ട് അപ്ലോഡ് ചെയ്യാം. താങ്ക്